കേരളത്തിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 5 മാത്രമേ ഉള്ളൂ എന്നും ഇത് പല വിദേശ രാഷ്ട്രങ്ങളെക്കാളും നല്ലതാണെന്നും ഒരു MP പ്രസ്താവിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് മറ്റു ചില പ്രസ്താവനകളും വന്നു. ഇതിലെ വസ്തുതകൾ എന്തൊക്കെയാണ്? 2023 ലഭ്യമായ ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 5 തന്നെയാണ് കേരളത്തിൽ. അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 5 കുട്ടികളാണ് മരിക്കാൻ ഇടയാകുന്നത്. അമേരിക്കയിൽ ഇത് 5.6 ആണ്. അഖിലേന്ത്യാ തലത്തിൽ ഇത് 25 2016 ഇത് 10 ആയിരുന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് മറ്റു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. 2021 കേരളത്തിൽ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലുകളുടെ എണ്ണം 3677. 2026 ആയപ്പോഴേക്കും അത് 5462 ഹോസ്പിറ്റലുകളായി വർദ്ധിച്ചു. മാത്രമല്ല കേരളത്തിലെ ജനനങ്ങളിൽ 65.7% നടക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ്. അതായത് കേരളത്തിലെ സ്വകാര്യ വലിയ ഹോസ്പിറ്റലുകളുടെ എണ്ണം 3677 നിന്നും 2021 ഉണ്ടായിരുന്നത് 2026 ആയപ്പോഴേക്കും 5462 വർദ്ധിക്കുകയും അതുപോലെ കുട്ടികൾ ജനിക്കുന്നതിൻ്റെ ശതമാനം 65.7% സ്വകാര്യ ആസ്പത്രികളിൽ ജനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കാര്യമായ ഒരു റോളുമില്ലല്ലോ. ഇത് സ്വകാര്യ മേഖലയിലാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ പറയണമെങ്കിൽ എന്തൊക്കെ കൊണ്ടാണ് കേരളത്തിന് ഗണ്യമായ ഈ വിജയം കൈവരിക്കാനായത്? സാക്ഷരത, സ്ത്രീ വിദ്യാഭ്യാസം, PHCs, ഗർഭാവസ്ഥയിലുള്ള സമയത്തുണ്ടാകുന്ന സംരക്ഷണം, അതുപോലെ പുതിയ കുഞ്ഞുങ്ങൾക്ക് നടക്കുന്ന സംരക്ഷണം, അതുപോലെ അത് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സുണ്ട്. ഇതുപോലെയുള്ള സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏകദേശം 100%, വളരെ ചെറിയ നമ്പറുകൾ ഒഴികെ 100%, ജനനങ്ങൾ ആസ്പത്രികളിൽ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ സഹായം നൽകുന്നത്, ഏറ്റവും വലിയ ഉപാധിയാകുന്നത് സ്വകാര്യ മേഖലയാണ് എന്നുള്ളത് കൂടി ഈ MP ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അങ്ങനെയെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കായിരിക്കണം. അത് സർക്കാർ മേഖലയ്ക്ക് യാതൊരു ക്രെഡിറ്റും എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അപ്പോൾ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം ഫാക്ട്സ് ആണ്. ഇതെല്ലാം ഇപ്പോൾ ലഭ്യമായ ഫാക്ട്സ് ആണ്.